Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. I'm extremely sorry for continuous video upload cheyyatadil. It's because the last month it's really hard for me. Alhamdulillah, now I am completely recovering from everything. So inshallah maximum ഞാൻ continuous ആയിട്ട് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ആൻഡ് വൺ മോർ തിങ്, എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അൽഹംദുലില്ലാ. ഞാനിത് മുന്നേ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് ഞാൻ മറന്നുപോയി. ഒത്തിരി ആയിട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 3 മന്തിൻ്റെ അടുത്തായി, പക്ഷെ ഞാൻ പറയാൻ മറന്നതാണ്. റീസെൻ്റായിട്ട് ഒരു സബ്സ്ക്രൈബർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരോടും ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഓൾ എബൌട്ട് പെരുന്നാളിനന്ന് ഞാൻ ഫുള്ള് കുക്കിങ്ങും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ കുറച്ചധികം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നെയ്ബേഴ്സൊക്കെ ചോദിച്ചു, എന്തിനാ ലുലു ഇത്ര കഷ്ടപ്പെട്ടിട്ട് മോർണിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക, പുറത്ത് പോയി ഫുഡ് കഴിച്ചുകൂടെ എന്നൊക്കെ. അപ്പം എൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, പെരുന്നാളിനൊക്കെ പറയുമ്പം ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. സോ എനിക്കെപ്പോഴും പെരുന്നാളെന്ന് പറയുമ്പം വീട്ടിലൊരുപാട് ഫാമിലീസ് വരലും അവർക്ക് ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡും അങ്ങനത്തെ ഒക്കെയാണ് എൻ്റെ ഒരു മൈൻഡിൽ. സോ എനിക്ക് ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നേരം പുറത്ത് പോയി പെരുന്നാൾ ചിലവഴിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന ആളല്ല ഞാൻ. പെരുന്നാൾ കഴിഞ്ഞിട്ടും ഒരുപാട് ദിവസം ഉണ്ടല്ലോ, ആ ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാന്നല്ലാണ്ട് പെരുന്നാളിൻ്റെ ദിവസം കൂടുതലും വീട്ടിൽ സ്പെൻഡ് ചെയ്ത് ഫാമിലീസിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഫാമിലിയും ഫ്രണ്ട്സും കുട്ടികളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനാണ് എനിക്കിഷ്ടം. സോ ഈ പെരുന്നാൾക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ, ഇതൊരു കംപ്ലീറ്റ് ഫുഡ് വ്ളോഗാണ്. ഞാൻ എങ്ങനെയാണ് ബേബി അബ്ദുള്ളനെ വെച്ചിട്ട് ഇത്രയും ഫുഡ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. ആൻഡ് അൽഹംദുലില്ലാ, ഞാൻ വിചാരിച്ച ഒരു പ്ലാന് പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും വർക്കൗട്ടായി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്ന ഒരു ഡേ ആണ്. ആൻഡ് വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഓഫ് കോഴ്സ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഡേറ്റ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന സ്വീറ്റാണ്. പുറത്തുള്ള സ്വീറ്റ് ഷോപ്പിലൊക്കെ ഒത്തിരി അവൈലബിൾ ആണ് ഈ ഡേറ്റ് സ്വീറ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പ്രീവിയസ് ഇയർ നമ്മളുടെ ലുലുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് തന്നെയാണ് ഓഫ് കോഴ്സ്. ആൻഡ് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വേണം, സിസമിൻ സീഡ്, പിന്നെ അതൊക്കെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പിസ്താച്ചിയോസ്. ആൻഡ് ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന ഡേറ്റ്സ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണോ അത്രത്തോളം ഈ ഒരു സ്വീറ്റിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം ഇത് ഇക്കാക്കൻ്റെ ഉപ്പൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ഡേറ്റ്സ് തന്നതായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡേറ്റ്സ് ഭയങ്കര സ്മോൾ വണ്ണാണ്. അതിനേക്കാളും കുറച്ച് യമ്മിയായിട്ട് തോന്നിയത് അജുവ ഡേറ്റ്സ് ആണ്. അപ്പം അജുവ ഡേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാലോ, നമ്മളെ മുത്തുനബിൻ്റെ കൈയിനെ കൊണ്ട് നട്ടുണ്ടാക്കിയ മരത്തിൽ നിന്ന് ഉണ്ടായ ഡേറ്റ്സിനാണ് അജുവ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഭയങ്കര യമ്മിയാണ്. എൻ്റെ ഡേറ്റ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സും അജുവ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ്സൊക്കെ ടോട്ടലി. അതായത് നമ്മൾ ഡേറ്റ്സിനകത്തുള്ള സീഡൊക്കെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചോയ്സ്. ഞാനിപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് നട്ട്സൊക്കെയാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ കാഷ്യൂസും അതുപോലെ തന്നെ ബദാം. നിങ്ങളുടെ കയ്യിലുള്ള വാൽനട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കുറച്ച് കാഷ്യൂസും ബദാമുമാണ്. അപ്പം ഞാൻ അത് രണ്ടും വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് കട്ട് ചെയ്ത പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്നുള്ളത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കിതിങ്ങനെ നമ്മളുടെ ആ ഡേറ്റ്സ് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെറാമിക് പോട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു സെറാമിക് മിക്സ് ആയിട്ടുള്ള നമ്മളുടെ നോർമൽ ഒരു പോട്ടാണ്. അപ്പം ഇങ്ങനത്തെ പോട്ടാകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഞാനിത് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1.5 year ആയി ഫ്രം ഡേ ടു ഡേ. ഇറ്റ്സ് റിയലി ഗുഡ്. വിചാരിച്ച ഒരു ക്വാളിറ്റി ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോട്ടാണ്. അപ്പം ഞാനിത് മെയിനായിട്ട് ബട്ടർ മെൽറ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. റീസെൻ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സൈഡിലൊന്ന് ചതങ്ങി പോയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മേ ബി അതായിരിക്കും ഇത് ഇത്രയും കാലം വലിയ
കേടുവരാണ്ടിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനവും നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ആൻഡ് ഞാൻ നന്നായിട്ട് പോട്ട്സൊക്കെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. സോ അൽഹംദുലില്ലാ ഇത് അത്യാവശ്യം നന്നായിട്ട് എൻ്റെ കയ്യിൽ ഇരുന്നിട്ടുണ്ട് ഈ ഒരു പോട്ട്. അപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്തൊരു മണ്ടത്തരം, ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ ന്യൂട്ടല്ല വെച്ചിട്ടാണ് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ന്യൂട്ടല്ല ഓൾറെഡി നമുക്ക് കിട്ടുന്നത് ഒരു മെൽറ്റഡ് ഫോമിലാണ്. സോ നമുക്കത് ഡയറക്റ്റ് ജസ്റ്റ് ഡേറ്റ്സ് ഇതിലേക്ക് അങ്ങ് മുക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എഗെയിൻ ഇത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി മെൽറ്റായിട്ട് കിട്ടുമല്ലോ ഹീറ്റായി കഴിഞ്ഞാൽ എന്നാണ്. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം തെറ്റിപ്പോയി. ഇത് മെൽറ്റ് ആവല്ല ചെയ്തത്, കുറച്ചുകൂടി ഹാർഡ് ആവുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി ടൈം വേണ്ടി വന്നു. ബിക്കോസ് ഹാർഡായ ഒരു ചോക്ലേറ്റ് പോർഷൻ വെച്ചിട്ട് ഞാനിത് കോട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്തത്. അപ്പം സ്പെഷ്യൽ ഒരു ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പം ചോക്ലേറ്റ് ബാർ വാങ്ങിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് കോട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ന്യൂട്ടൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ന്യൂട്ടൽ വെച്ചിട്ട് കോട്ട് ചെയ്യുന്നത്. ആൻഡ് നന്നായിട്ട് നേരം വെളുത്തു. ബേബി അബ്ദുള്ളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് പരിപാടി കംപ്ലീറ്റ് ആക്കണം ഈ സ്വീറ്റിൻ്റെ. ആൻഡ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റ്സും ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സീഡ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ്സിൻ്റെ വലിപ്പം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിനകത്തെ ഫില്ലിങ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു അജ്വ ഡേറ്റ്സ് ഭയങ്കര സ്മോളാണ്. അപ്പം അതിനകത്ത് ഈ ഒരു കാഷ്യൂ ഒരു ബദവും മാത്രമേ ഫില്ലാവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അത് തന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടോ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ചുകൂടി ബിഗ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ഫോഴ്സ് കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടി ബിഗ് ആയിട്ടുള്ള ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് കൂടി നോക്കണം. ഒത്തിരി ഡേറ്റ്സ് നമ്മളുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. എല്ലാ ഡേറ്റ്സും നല്ല യമ്മി ആയിട്ടിരിക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഞാൻ ഇക്കാക്കൻ്റെ ഉപ്പ തന്ന ഡേറ്റ്സിനകത്തും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ടിരുന്നത് നമ്മളുടെ അജ്വ വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ സ്വീറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അറിയാതെ മീൻസ് ഈ ഒരു ഇതിനെപ്പറ്റി ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പൊട്ടത്തരം പറ്റിയത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മളുടെ ന്യൂട്ടലയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മെൽറ്റൽ ഫോമിലായിരിക്കും അത് വരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. സോ ഞാൻ എന്തായാലും ഇതുപോലെ കുറച്ച് ടൈം എടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വന്നു. ബിക്കോസ് അതിൻ്റെ ഒരു ന്യൂട്ടലിൻ്റെ ഫോം കംപ്ലീറ്റ്ലി ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ്ലി മാറി, കുറച്ചുകൂടി ഹാർഡ് ഫോമിലേക്ക് മാറി. അപ്പം എനിക്ക് ഈ ഒരു കോട്ടിങ് അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ടൈം ആണെങ്കിൽ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6:30 6:45 മോർണിംഗ് ആണ്. ബക്കാലയിലേക്ക് വിളിച്ചാലും എനിക്ക് ചോക്ലേറ്റ് ആ ടൈമിൽ ബക്കാല ഓപ്പൺ ആയിരിക്കില്ല. ആൻഡ് ഞാൻ ഓരോ ഡേറ്റ്സും ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് അൽഹംദുലില്ലാ താങ്ക്ഫുള്ളി ഞാനിത് കുറച്ച് ഹോട്ട് ഫോമിലേക്ക് എത്തിച്ചതുകൊണ്ട് കുറച്ച് ഹോട്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റി. അപ്പം നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്തിട്ട് അതായത് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു സ്റ്റിക്കിൽ ഈ ഡേറ്റ്സ് വെച്ചിട്ട് ചോക്ലേറ്റിനകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ആൻഡ് ഹാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഡേർട്ടി. അപ്പം ഇത് കുറച്ച് ബാലൻസ് എക്സസൈസ് ആയിട്ട് വന്നതാണ്. അപ്പം ഞാനതൊന്നും കളയുന്നില്ല. ബിക്കോസ് നല്ല യമ്മി ആയിരുന്നു. ന്യൂട്ടലിൻ്റെ ഒരു ടേസ്റ്റും ഡേറ്റ്സിൻ്റെയും ആ നട്ട്സൊക്കെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ഭയങ്കര യമ്മി ആയിരുന്നു. അപ്പം ഞാനത് നമ്മളുടെ ന്യൂട്ടലിൻ്റെ ആദ്യത്തെ ബോട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കഴിക്കാമല്ലോ. ഞാനെപ്പോഴും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് അൽഹംദുലില്ലാ മോസ്റ്റ് ഓഫ് ദ ടൈംസ് എൻ്റെ പ്ലാനിങ് നന്നായിട്ട് വർക്ക് ആവാറുണ്ട്. അപ്പം ഇപ്രാവശ്യം ഒരു ഭയങ്കര ഫെയിലായിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ ചോക്ലേറ്റ് പരിപാടികളോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് സ്വീറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് എല്ലാ ടേസ്റ്റിനോടും അങ്ങനെ തന്നെയാണ്. സോറാണെങ്കിലും സ്പൈസി ആണെങ്കിലും സ്വീറ്റ് ആണെങ്കിലും ഒന്നിനോടും എനിക്ക് സ്പെഷ്യലായിട്ടൊരു ഇഷ്ടമൊന്നുമില്ല. കൂടുതൽ അതിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ലൈറ്റായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളെ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഹാർഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡിനോട് തീരെ താല്പര്യമില്ല. എനിക്ക് ഓൾറെഡി ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഞാൻ കുഞ്ഞിലേ അത്ര ഭയങ്കര സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. സോ
നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊരു പിസ്താച്ചിയോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പിസ്താച്ചിയോൻ്റെ പൗഡർ ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി. സോ ഇറ്റ്സ് ഓക്കെ, നമ്മളുടെ കയ്യിൽ ഓൾറെഡി പിസ്താച്ചിയോ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്താൽ പിസ്താച്ചിയോ കിട്ടും. ഇത് ബ്ലാക്ക് ഡക്കറിൻ്റെ ബ്ലെൻഡറാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി ഇത് ജസ്റ്റ് ഒന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ കടയിൽ കൊടുത്തത് റെഡിയാക്കി. നല്ല ബ്ലെൻഡറാണ് ഇത്. കോഫി ബീൻസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു, ബട്ട് റീസെൻ്റ്ലി ഞാൻ ബേബി അബ്ദുള്ളൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഓട്സൊക്കെ. ആൻഡ് പിസ്താച്ചിയോ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പൗഡർ ഫോമിലേക്ക് വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് ഈ പിസ്താച്ചിയോ ബ്ലെൻഡ് ചെയ്താൽ മതി. കണ്ടോ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഞാൻ അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന ഒരു രൂപത്തിലേക്കാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് ഈ കോട്ട് ചെയ്ത മിൽക്ക് ഇപ്പം കുറച്ച് ഹാർഡ് ഫോം ആയതുകൊണ്ട് നമുക്കത് കുറച്ച് സോഫ്റ്റ് ഫോമിലേക്ക് എത്തിച്ചിട്ട് മുകളിലുള്ള ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആ ഡേറ്റ്സിനകത്ത് പിടിക്കുന്ന രൂപത്തിലേക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിൽക്കാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ എടുക്കാം. അപ്പോൾ ഒരു സ്വീറ്റ് ആയതുകൊണ്ട് ഗീ ഓക്കെയാണ്, അതുപോലെ തന്നെ ബട്ടറും മെൽറ്റഡ് ബട്ടറും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം പ്രൊഡക്റ്റ് നമുക്ക് എയർ ഫ്രയറിലോ ഓവനിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന ഫോമിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് മിൽക്കാണ്. അപ്പം ഞാൻ നന്നായിട്ട് മിൽക്കൊന്ന് നല്ലോണം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. മിൽക്കാവുമ്പം വലിയൊരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല, ബട്ട് ഗീ ആകുമ്പം ആ ഒരു സ്വീറ്റിന് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടേസ്റ്റ് എത്തും. ബട്ടർ ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ്, ഒരു ലൈറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റിലേക്ക് എത്തും. നെക്സ്റ്റ് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം എൻ്റെ കയ്യിലിപ്പം ഉള്ളത് സിസമി സീഡും അതുപോലെ തന്നെ നമ്മുടെ ബദാം സ്ലൈസസും ആണ്. അപ്പം ഞാൻ സിസമി സീഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സീഡ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിസമി സീഡും അതുപോലെ തന്നെ ബദാം സ്ലൈസസ് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് നെസ്റ്റോയിലോ ലുലുവിലോ ഒക്കെ അവൈലബിൾ ആണ്. ചെറിയ പ്രൈസ് റേഞ്ചേ വരുന്നുള്ളൂ ഇതിനൊക്കെ. എനിക്ക് തോന്നുന്നു 4 ADക്കാണ് ഞാനൊരു 50 gram എന്തോ വാങ്ങിയത്. 4 or 6 സംതിങ് ADക്കാണ് ഞാൻ വാങ്ങിയത്. നെക്സ്റ്റ് ഞാൻ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച പിസ്താച്ചിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിസ്താച്ചിയോ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ മുന്നേ മിൽക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പിസ്താച്ചിയോ ആ ഒരു ഡേറ്റ്സിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ അത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ബദാം സ്ലൈസസ് ആണ്. ബദാം സ്ലൈസസ് അറിയാലോ, നന്നായിട്ട് അതിലിരിക്കില്ല. അതിങ്ങനെ സ്ലൈസ് ഫോം ആയതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് കയ്യിനെ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എടുത്ത് കഴിക്കാം എന്നല്ലാണ്ട് അതിൽ സ്റ്റിക്കായിട്ട് ഇരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം നാളെയാണ് പെരുന്നാൾക്ക് മോർണിംഗ് വരുന്ന നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പം തന്നെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അപ്പം തന്നെ എടുത്ത് കഴിക്കാം. അപ്പം ഞാനിത് നാളത്തേക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കവർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും അതിൻ്റെത് ക്ലോസ് എടുത്തില്ല. സോ ഞാൻ അതൊക്കെ പതുക്കെ ഒന്ന് എടുത്തു. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വീറ്റ് ഒത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാദർ-ഇൻ-ലോ ഒക്കെ നാട്ടിൽ വരുന്ന സമയത്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ റീസെൻ്റ്ലി ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നുന്നു ദുബായ് മോളിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാനിതിൽ 2 or 3 ഡേറ്റ്സ് വാങ്ങിയത്. ഏകദേശം ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഫുഡിന് ഞാൻ ഉണ്ടാക്കിയ സമയത്തും ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ വലിയ എമൗണ്ടൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഫുഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നതാണ് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആൻഡ് യാ അൽഹംദുലില്ല ഇറ്റ്സ് കംപ്ലീറ്റഡ്. അപ്പം നെക്സ്റ്റ് പരിപാടി ഡീപ്പ് ക്ലീനിങ് ആണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്പോട്ട് ആൻഡ് ഡീപ്പ് ക്ലീനിങ്. സോ എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വെക്കും. എന്നിട്ട് സർഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ഓയിലി ടെക്സ്ചറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ട് ക്ലീൻ ചെയ്യും. ബിക്കോസ് ഒരു വൈറ്റ് കളർ ടെക്സ്ചറാണ് എൻ്റെ കിച്ചണിലുള്ളത്. അതുകൊണ്ട് വൈറ്റ് കളറിൽ പെട്ടെന്ന് തന്നെ ഡസ്റ്റ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് സ്പോട്ട് ക്ലീനിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിസ്താച്ചിയോ പൗഡർ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ബേബി അബ്ദുള്ളൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം നമുക്കാണെങ്കിൽ കൂടി സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഓട്സിലൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇറ്റ്സ് റിയലി ഹെൽത്തി. ആൻഡ് യാ അങ്ങനെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഒരുപാട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന അത്രയും ഫുഡ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ചെയ്യുന്നതിൽ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ലാസ്റ്റ് പരിപാടിയായിരുന്നു ഡിഷ് വാഷിങ്. അൽഹംദുലില്ല അതുകൂടി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ഈദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് പഴം നിറച്ചതാണ്. നമ്മളെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് പഴം നിറച്ചത്. എല്ലാ പരിപാടിക്കും മുന്നിലുണ്ടാവുന്ന ഒരു സ്നാക്കാണ് പഴം നിറച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു പാന് ഹോട്ടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഗീയും അതുപോലെ തന്നെ നട്ട്സ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഫ്രൈ ആവുന്നത് വരെ, ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കണ്ട, ഒരു ലൈറ്റായിട്ട് നമുക്കതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു 2 to 3 മിനിറ്റൊക്കെ സോട്ടാക്കുമ്പോൾ തന്നെ അത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്ചറിലേക്ക് എത്തും. ഇതിലേക്ക് ഞാൻ റേസിൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് റേസിൻസ് ഭയങ്കര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് റേസിൻസേ ആഡ് ചെയ്യുന്നുള്ളൂ. റേസിൻസൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ഫുഡിൻ്റെ ഒരു കംപ്ലീറ്റ് നമ്മളെ ഒതൻറ്റിക് ടേസ്റ്റിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കോക്കനട്ടാണ്. നമുക്കിവിടെ ഗ്രേറ്റഡ് കോക്കനട്ട് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് അൽഹംദുലില്ല കുറച്ചുകൂടി ഈസിയാണ്. മക്കളൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാഭം മൊത്തത്തിലുള്ള ഒരു കോക്കനട്ട് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ചിരകിയെടുക്കുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു പഴം നിറച്ചതിന് ഈ തേങ്ങ വല്ലാണ്ട് അങ്ങ് സോട്ടാവണ്ട. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ തേങ്ങാപ്പാൽ ഇറങ്ങി വരുന്ന ഒരു രൂപത്തിലാവുമ്പോൾ വേഗം നമുക്ക് സോട്ടേജ് നിർത്താം. ആവശ്യത്തിന് ഞാൻ അതിലേക്ക് കാർഡമൻ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി സ്പെഷ്യൽ ഡിസ്ക്ലൈമർ, നമ്മളുടെ ഡയബറ്റീസ് ഇഷ്യൂസൊക്കെ ഉള്ള പേഷ്യൻസൊക്കെ ഉള്ള ആൾക്കാരാണ് വീട്ടിൽ കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡീപ്പ് ഓയിൽ ഫ്രൈ ഫുഡ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ബിക്കോസ് അവരുണ്ടായിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും അവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം വരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനത്തെ ഫുഡൊക്കെ ഒഴിവാക്കുക. അതാണ് നമ്മുടെ ഹെൽത്തിനും കുറച്ചുകൂടി നല്ലത്. ഞാനങ്ങനെ എപ്പോഴും ഡീപ്പ് ഫ്രൈങ് ഫുഡ്സും അല്ലെങ്കിൽ സ്നാക്സും കഴിക്കുന്ന ഒരാളേ അല്ല. പിന്നെ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം വരികയാണല്ലോ, നെയ്ബേഴ്സൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഞാനതൊരു പോട്ടിലേക്ക് മാറ്റി. ബിക്കോസ് ഇത് നാളെ മോർണിംഗ് ഉണ്ടാക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ ഇനി ഒന്നും ഉണ്ടാക്കുന്നില്ല. തീനുണ്ടാക്കിയിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് സമൂസയും കോഴിയട ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചിക്കൻ വെച്ചിട്ട് അതിൽ ടർമറിക്കും സോൾട്ടും വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് അത് റെഡിയാവും. നെക്സ്റ്റ് പരിപാടിയാണ് ഗരം മസാല. കഴിഞ്ഞ പെരുന്നാളിന് എൻ്റെ കൂടെ എന്താ പറയുക, കഴിഞ്ഞ എൻ്റെ റമദാൻ വ്ളോഗ്സൊക്കെ കണ്ട നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഗരം മസാല ഉണ്ടാക്കിയ ഒരാളാണ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ. സോ ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ ഇൻ ദാറ്റ് ടൈം. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അതുണ്ടാക്കി വെക്കാമെന്ന്. ബിക്കോസ് എനിക്ക് കുറച്ച് ഗരം മസാല ഷോർട്ടേജ് ഉണ്ട്. ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന, നമ്മൾ റെസ്റ്റോറൻറ്റും ലുലുന്നും വാങ്ങുന്ന ഗരം മസാല യൂസ് ചെയ്യാറില്ല. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമ്മൾ തന്നെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു സ്മെല്ല് വരുമല്ലോ ഈ മസാല, ഇതിൻ്റെ ഒരു സ്മെല്ല് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു
പാത്രത്തിലെടുത്ത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളിത് ചൂടാക്കുന്ന സമയത്ത് ഒത്തിരി നേരം നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ പോവും. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി, നമുക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നെക്സ്റ്റ് ഞാൻ സമൂസക്കും കോഴിയടക്കം ഉള്ള തീനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടി ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എൻ്റെ കയ്യിലില്ല, ഞാൻ കൂടുതലും സ്പോട്ടിൽ ഉണ്ടാക്കുന്ന ഒരാളാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനോട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല പേസ്റ്റ്. ആൻഡ് അതിലേക്ക് ഞാൻ ഒണിയൻ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, എനിക്ക് വളരെ കുറച്ച് നെയ്ബേഴ്സേ ഉള്ളൂ. അപ്പം ആവശ്യത്തിനുള്ള ഒണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി അത്യാവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് ബേബി അബ്ദുള്ളപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പർക്ക് എന്നെ പോലെ തന്നെ ഓവർ സ്പൈസി, ഓവർ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. ആൻഡ് നമ്മൾ നേരത്തെ ഗരം മസാലക്ക് സോട്ട് ചെയ്ത് വെച്ചത് അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ ഞാൻ കാണിച്ച സെയിം ബ്ലെൻഡറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ലീവ്സൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈമിലും നമ്മളുടെ പട്ട ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാൻ ട്രൈ ചെയ്യുക. ചില ബ്ലെൻഡറിലൊന്നും പട്ട പെട്ടെന്ന് അങ്ങ് ബ്ലെൻഡായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ബ്ലെൻഡർ ചീത്തയായി പട്ട ബ്ലെൻഡ് ചെയ്തിട്ടെന്ന്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എൻ്റെ ബ്ലെൻഡറിൽ നന്നായിട്ടത് ബ്ലെൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്മെല്ല് പുറത്തു പോകാണ്ട് നോക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പോട്ടിലേക്ക് അത് ചേഞ്ച് ചെയ്തു. ഇനി നമ്മളുടെ സമൂസേൻ്റെ തീനിലേക്ക് ആവശ്യത്തിന് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഞാനിപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സ്പൈസസും ഇൻക്ലൂഡിങ് പെപ്പർ പൗഡർ അടക്കം ആഡ് ചെയ്തിട്ടുണ്ട്. ക്രഞ്ച് ചെയ്ത പെപ്പറാണ്, നല്ല പൗഡർ പെപ്പറല്ല. അപ്പോൾ ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം കുറച്ച് മസാലകളൊക്കെ കുറച്ച് അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നമ്മളുടെ മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓഫ് കോഴ്സ് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ തീന് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതും വേറൊരു പോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നല്ല ഹോട്ടായിരിക്കുന്നതായിരിക്കും ആ ഒരു തീന്. അപ്പം കുറച്ച് തണഞ്ഞതിന് ശേഷം മാത്രം അത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ്. ഗ്ലാസ് ജാറിലേക്കാണെങ്കിൽ കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വെക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാനിത് സൈഡിലേക്ക് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സമൂസയിലേക്കും കോഴിയുടേക്കും വേണ്ടിയിട്ടുള്ള നമ്മളുടെ പുറത്തെ ഒരു ഷീറ്റില്ലേ അത് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് ഫ്ലോർ എടുക്കുന്നുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുക്കുന്നത്. കുറച്ച് ഡയബറ്റീസ് ഇഷ്യൂസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് വീറ്റും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. വീറ്റ് എടുത്ത് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പം കുറച്ച് പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓൾ പർപ്പസ് ഫ്ലോർ തന്നെയാണ് എടുക്കുന്നത്. സോ ആവശ്യത്തിന് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തതിന് ശേഷം അതിലേക്ക് സോൾട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി സോൾട്ട് ഇടണ്ട, ബിക്കോസ് നമ്മളുടെ തീനിലും അതുപോലെ തന്നെ പുറത്തുള്ള ഷീറ്റിലും കൂടി സോൾട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പം നന്നായിട്ട് സോൾട്ടിയായി ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ലൈറ്റ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ അല്ലെങ്കിൽ ഗീ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഔട്ടർ പോർഷനില്ലേ നമ്മളുടെ സമൂസേൻ്റെതാണെങ്കിലും കോഴിയുടേതാണെങ്കിലും ഔട്ടർ പോർഷൻ കുറച്ച് ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഹാർഡായി പോകണ്ട, ഒത്തിരി സോഫ്റ്റും ആയി പോകണ്ട. സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുമ്പം വലിഞ്ഞു പോവും. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഷേപ്പ് അങ്ങ് മാറും. അതുകൊണ്ട് കറക്റ്റ് കണ്ടോ ഈ ഒരു ടെക്സ്ചറിൽ ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് താഴ്ന്നു പോകുന്ന രൂപത്തിൽ മാത്രം വാട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം ഇതൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു 6 or 5 പോർഷൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നൈഫ് യൂസ് ചെയ്തിട്ട് ഒരു 6 or 7 നമുക്ക് പറ്റുന്ന രൂപത്തിൽ
കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഓരോ ഡവും റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പത്തിരി പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. സമൂസക്കാണെങ്കിൽ പെർഫെക്റ്റ് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കോഴിയടക്കാണെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് റൗണ്ട് ആവണമെന്നൊന്നുമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ആ ഒരു റൗണ്ട് ഷേപ്പിൽ എഗെയിൻ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കണ്ടോ, ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 7 റൗണ്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല, ബിക്കോസ് ബേബി അബ്ദുള്ള എണീക്കുന്നതിൻ്റെ മുന്നേ എനിക്കിത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കണം, അതാണ് എൻ്റെ പ്ലാൻ. സോ ഞാൻ ആദ്യം നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു 5 മിനിറ്റ് ഓർ 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ആ ഡവിന് അതിൻ്റേതായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് കോഴിയടാണ്. നമ്മളെ നാട്ടിൽ കോഴിയട എന്നാണ് ഇതിന് പറയൽ. എല്ലാ നാട്ടിലും എന്താ പറയുക എനിക്ക് വലിയ വശമില്ല. ഇക്കാക്കൻ്റെ നാട്ടിൽ ഇതില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് ഉണ്ടാക്കാറുണ്ട് അവർ സ്വീറ്റിൽ, പക്ഷേ അങ്ങനെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിൽ സ്വീറ്റിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സമൂസയാണ്. ഇപ്പോൾ സമൂസ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പുറത്തുനിന്ന് നമുക്ക് ഇപ്പോൾ ഷീറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ ഫില്ല് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മളുടെ നാട്ടിലെ ഒതൻറ്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഈ ഒരു ഷീറ്റാണ് കുറച്ചുകൂടി പുറത്തുനിന്ന് വാങ്ങുന്ന ഷീറ്റിനേക്കാളും ഇഷ്ടം. അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന ഷീറ്റ് സ്മോൾ വൺ ആണെങ്കിലും ബിഗ് വൺ ആണെങ്കിലും നമുക്കതിനകത്ത് ഒത്തിരി ഫില്ല് ചെയ്യണം, അതായത് നമ്മളുടെ തീന് ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആക്കുന്ന ടോട്ടലി ഒരു ഹാൻഡ് മെയ്ഡിൽ ആവുമ്പം നമുക്ക് ഒരുപാട് തീന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട, ആവശ്യത്തിന് കഴിക്കാനുള്ള ഒരു വലിപ്പത്തിലുള്ള സമൂസ പ്രിപ്പയർ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് കോഴിയുടെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരത്തെ ന്യൂട്ടെല്ല എടുത്തിട്ടുണ്ടായിരുന്നു, ആ ന്യൂട്ടെല്ലൻ്റെ ടോപ്പാണിത്. അപ്പം അതെടുത്തിട്ട് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പെർഫെക്റ്റ് സൈസായിരുന്നു കോഴിയടക്ക് വേണ്ടതുള്ള. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തു. എനിക്ക് ഒരു പത്തിരി പരത്തിയപ്പം ഏകദേശം ഒരു 5 കോഴിയടക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ പരത്തുന്ന ആ ഒരു പത്തിരിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പം എന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു റൗണ്ട് പോർഷൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അത്രയും നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ചല്ല, അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടും. കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്, പിരിച്ച് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ മെഷീൻ അവൈലബിൾ ആണ്, ഞാൻ ഡേ ടു ഡേയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫോർ 6 or 7 AED ഐ തിങ്ക് സോ. അപ്പം അതുണ്ടെന്നുണ്ടെങ്കിലും ഈസിയാണ്. അപ്പം ഇങ്ങനെ പിരിഞ്ഞ് കിട്ടില്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെ സൈഡൊക്കെ നല്ലൊരു ഷേപ്പിൽ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ സമൂസൻ്റെ പരിപാടിയും കഴിഞ്ഞു. ലാസ്റ്റ് പരിപാടിയാണ് സ്റ്റോറേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മോർണിംഗ് എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റോർ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇത് നമ്മൾ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ ഇത് നമ്മളുടെ കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ച് നമുക്ക് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുമ്പം ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും കൂട്ടിമുട്ടാത്ത തരത്തിൽ ഇതുപോലെ വിട്ട് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റിലെ കണ്ടെയ്നർ ഫുള്ളായി. അപ്പോൾ ഇങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ ഷീറ്റോ ബട്ടർ പേപ്പറോ വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ സെക്കൻഡ് കണ്ടെയ്നറും ഇതുപോലെ ഫില്ല് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ റൈറ്റ്. അത് നമ്മളുടെ ആ ഒരു സൈഡിലെ ആ ഒരു ഫോൾഡിങ് നന്നായിട്ടിരുന്നാൽ ഈ കോഴിയുടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതൊരു ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. താഴത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വാട്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഫ്രോസൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം.
അപ്പം സമൂസയും റെഡി ആയിട്ടുണ്ട്. സമൂസയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്കി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ട്രൈ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ലെയറായിട്ട് എൻ്റെ ബോക്സ് കുറച്ച് ഡീപ്പ് കണ്ടെയ്നറാണിത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലെയറായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അൽഹംദുലില്ലാ രണ്ടിൻ്റെയും സ്റ്റോറേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം നമുക്കിത് രണ്ടും ഫ്രോസൺ ചെയ്യണം. എന്നാൽ നാളെ മോർണിംഗ് പള്ളിയൊക്കെ കഴിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ടെക്സ്ചറിലേക്ക് ഇത് മാറും. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് എന്താ പരിപാടി എന്ന് വെച്ചാൽ, നാളെ മോർണിംഗ് കുറച്ച് ബീഫ് ഫ്രൈയും ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനിടയിൽ ബേബി അബ്ദുള്ള എണീറ്റു. അവന് ഒരു എഗ്ഗ് ബോയിൽ ചെയ്യാൻ വിട്ടു. അവൻ്റെ ഫുഡും കൊടുത്തു. എന്നിട്ട് അവനെ സെറ്റിലാക്കിയതിൻ്റെ ശേഷമാണ് ബാക്കി പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗ്രേവി ടൈപ്പ് ആയിരിക്കും ബിരിയാണിക്ക് കുറച്ച് മാച്ച് ഉണ്ടാവുക. അതുകൊണ്ട് ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ബീഫ് വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് ടൊമാറ്റോ, ഓണിയൻ, ചില്ലി, ജിഞ്ചർ ഗാർലിക്, പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിൽ വാട്ടർ ഒന്നും ചേർക്കണ്ട. പിന്നെ ഇനി അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 to 4 ടേബിൾ സ്പൂൺ മാത്രം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നാലാണ് ആ ബീഫിലേക്കൊക്കെ അതിൻ്റെ സ്പൈസസും നമ്മളുടെ വെജിറ്റബിൾസൊക്കെ അങ്ങ് കയറി നല്ല യമ്മി കുക്കിംഗ് ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പം ഞാൻ അതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 to 6 വിസിൽസൊക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബീഫ്. ഇന്ത്യൻ ബീഫൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കുക്കിംഗ് ടൈം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്ത്യൻ ബീഫ് വാങ്ങാറില്ല. ഞാൻ പാകിസ്ഥാനി ബീഫും മൊറോക്കോ ബീഫൊക്കെയാണ് കൂടുതലും വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനി ബീഫാണ് കുറച്ചുകൂടി നല്ല യമ്മിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം വിസിലൊക്കെ വന്നു, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്യുന്ന ഒരു ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ഗ്രേവി ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 75% മാത്രം കുക്ക് ചെയ്താൽ മതി. ബാക്കി നമ്മൾ ഓയിൽ ഒഴിച്ച് സെക്കൻഡ് കുക്കിംഗ് ടൈം ആകുമ്പോഴേക്കും അത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നാളെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് ടേമറിക്കും ചില്ലി പൗഡറും സോൾട്ടും മാത്രമേ ഇടുന്നുള്ളൂ. വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കും. നാളെ മോർണിംഗ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ചെയ്യുന്നത് ബേബി അബ്ദുള്ള ഉള്ളതുകൊണ്ടാണ്. ബിക്കോസ് മോനുള്ളതുകൊണ്ട് നമ്മളെ ഡേ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയും നേരത്തെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ആൻഡ് യാ, അതിനിടയിൽ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റ് വന്നു. മോർണിംഗ് കുറച്ച് കുട്ടികളുണ്ടാവും, അവർ പോവും. അത് കഴിഞ്ഞിട്ട് ഈവനിങ് വേറെ കുട്ടികൾ വരും, അവർ പോവും. യാ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ പുറത്തൊരു ഹാഫ് ആൻ അവർ വെച്ചു, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ കുക്കറിൽ വെച്ച ബീഫ് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ചൂട് ഒന്ന് മാറുന്നവരെ ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂട് ഒരു 75% ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാനത് ഫ്രിഡ്ജിൽ വെക്കും. നാളെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോളോ അപ്പായിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഇത് നാളെ ബിരിയാണിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച സാലഡാണ്, പാസ്ലി സാലഡ്. ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അറേബ്യൻ സാലഡാണിത്. മോർണിംഗിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ശർക്കര അടയും കൂടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. ആൻഡ് യാ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ പെരുന്നാളുടെ തലേ ദിവസം ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ക്ലിക്കിംഗ് ടു ദിസ് വീഡിയോ.